നമസ്കാരം. അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ സഖ്യത്തെ പഞ്ഞിക്കിടുകയാണ് BJP. ഉത്തർപ്രദേശിനെ കലാപത്തിലേക്ക് തള്ളിവിടാനാണ് രാഹുൽ ശ്രമിക്കുന്നതെന്നും മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാനാണ് രാഹുൽ ശ്രമിക്കുന്നതെന്നും ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി ബ്രജേഷ് പഥക് പറയുകയാണ്. 2020 സെപ്റ്റംബറിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയാവുകയും പിന്നീട് ചികിത്സയിലിരിക്കെ മരിക്കുകയും ചെയ്ത 19-കാരിയുടെ കുടുംബാംഗങ്ങളെ ഹത്രാസിലെത്തി രാഹുൽ സന്ദർശിച്ച പശ്ചാത്തലത്തിലായിരുന്നു ഈ വിമർശനം. ഹത്രാസ് കേസിന്റെ അവസ്ഥ എന്താണെന്ന് പോലും രാഹുലിന് അറിയില്ല. ഹത്രാസ് വിഷയം കോടതിയുടെ പരിഗണനയിലാണ്. നിലവിൽ CBI അന്വേഷിക്കുന്ന വിഷയമാണ് ഇത്. ഇതിനിടയിലാണ് രാഹുൽ ഇരയുടെ കുടുംബത്തെ പോയി കണ്ടിരിക്കുന്നത്. രാഹുലിന് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. ചിലപ്പോൾ അലിഗഡിൽ പോകും, മറ്റു ചിലപ്പോൾ ഹത്രാസിലും സമ്പലിലും പോകും. എന്നാൽ യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിനെ അരാജകത്വത്തിന്റെയും കലാപത്തിന്റെയും തീയിലേക്ക് തള്ളിവിടാനാണ് അദ്ദേഹം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ബ്രജേഷ് പഥക് പറയുകയാണ്. കലാപങ്ങൾ സൃഷ്ടിച്ച് ആളുകളെ പ്രകോപിപ്പിക്കാനാണ് രാഹുൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഉത്തർപ്രദേശിലെ ജനങ്ങൾ ഇതിനൊരിക്കലും കൂട്ടുനിൽക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. രാഹുലിന്റെ ഗൂഢതന്ത്രത്തിനെതിരെ BJP തരുൺ ചുഗും രംഗത്ത് വന്നിരിക്കുകയാണ്. മാധ്യമ ശ്രദ്ധയ്ക്കായാണ് രാഹുൽ ഇക്കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ജോർജ് സോറോസുമായി രാജ്യത്തിനെതിരെ ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞെടുത്ത് ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താനാണ് രാഹുലും കോൺഗ്രസും ശ്രമിക്കുന്നത് എന്ന് തരുൺ ചുഗ് ആവർത്തിച്ച് പറയുന്നുണ്ട്. അതേസമയം ഇന്ന് കേരളത്തിൽ CPM നേതാവ് MM മണിയെ കേരളത്തിലുടനീളം പാർട്ടി സമ്മേളനങ്ങളിൽ പ്രസംഗിക്കാൻ വിളിക്കണമെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. നാവിന് എല്ലില്ലാത്ത വിധമുള്ള ഇദ്ദേഹത്തിന്റെ പ്രസംഗം മാത്രം മതി ജനങ്ങളെ വെറുപ്പിക്കാനും അടുത്ത തെരഞ്ഞെടുപ്പോടെ CPM-നെ കൂട്ടിക്കെട്ടിക്കാനുമെന്നാണ് സോഷ്യൽ മീഡിയയിലെ ട്രോളുകൾ മുഴുവനും. ഏറ്റവും ഒടുവിൽ അടി തിരിച്ചടി പ്രസംഗവുമായാണ് മണിയാശാന്റെ ഇടുക്കി പര്യടനം. തല്ലുകൊണ്ടിട്ട് വീട്ടിൽ പോകുന്നതല്ല, തിരിച്ചു തല്ലുന്നതാണ് CPM-നെയും എന്നാണ് അദ്ദേഹത്തിന്റെ ഈ പ്രഖ്യാപനം. അടിച്ചാൽ കേസൊക്കെ വരും, അതിന് നല്ല വക്കീലിനെ വെച്ചാൽ മതിയാകുമെന്നും ഇതൊക്കെ ചെയ്തിട്ടാണ് താൻ ഇവിടെ വരെ എത്തിയതെന്നും മണി നെടുങ്കണ്ടത്തും ആവർത്തിച്ച് പറയുകയാണ്. കുറെ പേരെ താനും തല്ലിയിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ശാന്തൻപാറയിലും ഇതേ ആശയമാണ് പാർട്ടിയിലെ യുവാക്കൾക്ക് മണി നൽകുന്നത്. ഏതായാലും മണിയുടെ ആഹ്വാനം ശിരസാവഹിച്ച് പാർട്ടി അണികൾ അടിയുമായി ഇറങ്ങിയാൽ ഇപ്പോൾ തന്നെ ഒരു പരുവമായ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ശവമായി മാറിക്കോളും. പാർട്ടിയിൽ ക്രിമിനൽ വൽക്കരണം പ്രോത്സാഹിപ്പിക്കുകയും പൊതുസമൂഹത്തിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്ന മണിയുടെ ഈ പ്രസംഗം പണ്ടും വിവാദമായതാണ്. പ്രസംഗത്തിലെ അശ്ലീല മസാല പ്രയോഗങ്ങൾക്ക് പേരുകെട്ട MM മണി 1, 2, 3 പ്രസംഗത്തിൽ കോടതി കയറിയ വ്യക്തിയാണ്. മണിയുടെ പുതിയ പ്രസംഗത്തിൽ കേസെടുക്കണമെന്ന് കോൺഗ്രസ് ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്.